എങ്ങനെയുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അനുഭവങ്ങൾ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക്. സിനിമാ മേഖലയിൽ നിന്ന് വന്നത് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഫാക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷവും ആവേശവും ഒക്കെ ജനങ്ങളുടെ കണ്ണിൽ കണ്ട ഒരാളാണ്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. കൂടാതെ അവരുടെ സങ്കടങ്ങളും കണ്ട ഒരാളാണ്. അത്രയ്ക്കും എളിമയാണ്. എളിമ കൊണ്ട് മാത്രം നാട്ടുകാർ മുഴുവൻ എളിമേട്ടാന്നാ വിളിക്കണേ. പക്ഷെ ടോട്ടാലിറ്റി നോക്കുമ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുമ്പോൾ തൃപ്പൂണിത്തുറ മാത്രമല്ലല്ലോ, പള്ളുരുത്തി ഇടക്കൊച്ചി മുതൽ ഉദയംപേരൂർ വരെയുണ്ട്. എല്ലാവരും ഒരേപോലെ ചിന്തിക്കണമെന്നില്ല. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏറെക്കുറെ. അപ്പം അത് നമുക്ക് ആ ഒരു കൗണ്ട് എങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയില്ല. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു മറക്കാനാവാത്ത അനുഭവങ്ങളോ അങ്ങനെയൊക്കെ ഈ പ്രചരണ സമയത്ത് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് പ്രായഭേദമന്യേ എന്റെ കൈ ചേർത്ത് പിടിച്ച് കരഞ്ഞ ആളുകളുണ്ട്. എങ്ങനെ മനസ്സിലാക്കണ്ട. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട. അത് ഈ ഒരു അനുഭവമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണോ തീരുമാനം? ഇതൊരു ഓപ്പണിംഗ് അല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇപ്പൊ ലോകത്തെമ്പാടുള്ള മലയാളികൾ അറിഞ്ഞു കഴിഞ്ഞു ഞാൻ ഏത് പാർട്ടിയാണ് അനുഭവിക്കുന്നത്. ചക്ക തന്നെയാണ് താമര തന്നെയാണ് ചക്ക നമ്മളിങ്ങനെ പൊളിച്ചു കാണുമ്പോൾ താമരയുടെ ഇതളുകൾ പോലെ ഇരിക്കും. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം എല്ലാ ചാനലുകളിലെയും പ്രധാന വാർത്ത ഇപ്പൊ ഇതാ. വരാനുള്ളത് വഴി തങ്ങൂല്ല എന്റെ സഹദേവ. അത് ജയമാണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചക്ക എന്നുള്ള ചിഹ്നവും വളരെ ട്രോളിലൂടെ എല്ലാവരുടെയും മനസ്സിലാക്കി. ട്രോള് എല്ലാവർക്കും അതുകൊണ്ട് ചിഹ്നം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി. എന്റെ അമ്മ, ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ വേറെ ഗുണകരമായി എന്നുള്ളതാണ്. അത്രത്തോളം ഞാൻ റീച്ചായി. എന്താ സന്തോഷമായില്ലേ? ഇല്ല, സന്തോഷമായില്ല. എനിക്ക് കുറച്ച് ദിവസങ്ങളും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ എല്ലാവരുടെയും സങ്കടം എനിക്ക് ചിലപ്പോൾ തീർക്കാൻ പറ്റുമായിരുന്നു. ഈ സിനിമാ പ്ലാനുകളൊക്കെ തുടങ്ങിയോ? എങ്ങനെയാ അതിന്റെ? ഞാൻ ഇപ്പൊ കഥകൾ കേട്ട് തുടങ്ങണം. കോൾസ് വന്ന് തുടങ്ങി. അപ്പൊ എന്തായാലും എല്ലാത്തിലും ശക്തമായിട്ട് നിൽക്കാൻ തന്നെയാണ് താല്പര്യവും ആഗ്രഹവും. പിന്നെ 4-ാം തീയതി വിജയത്തിന് ശേഷം പ്ലാൻ മാറ്റണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.